ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് ഞാൻ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നത്. കോൾഡ് കോഫി തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു എന്നോട്. അപ്പോൾ ഇന്ന് നമുക്ക് കോൾഡ് കോഫി എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാല് കാച്ചിയ ശേഷം തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. കട്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് 1.5 കപ്പുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 സ്കൂപ്പ് ഐസ്ക്രീം, 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ. ഇത് ബ്രൂവിൻ്റെ കോഫിയാണ്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്. ഇനി ഇതെല്ലാം ചേർത്ത് എങ്ങനെയാണ് കോൾഡ് കോഫി ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഐസ് ക്യൂബും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പാലും കോഫി പൗഡറും ഐസ്ക്രീമും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഐസ്ക്രീം അവസാനം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതിൻ്റെ മുകളിൽ പതഞ്ഞ് നിൽക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല പതഞ്ഞ് പൊന്തിയ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. മിക്സിയിൽ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പത വേണമെങ്കിൽ കോരിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണിത്. എന്നോട് കുറേ ആയി ആവശ്യപ്പെട്ടിട്ട് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. ഞാൻ കുറച്ച് കോഫി പൗഡർ മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഐസ്ക്രീമും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.